ഹലോ ഓൾ, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 2ാം ക്ലാസ്സിൻ്റെ മാത്തമാറ്റിക്സ് ആണ്. ഇംഗ്ലീഷ് മീഡിയം കൂട്ടുകാർക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ് ആണ് കേട്ടോ ഇത്. അപ്പോൾ മലയാളം മീഡിയംകാരുടെ നമ്മളുടെ ചാനൽ അവൈലബിൾ ആണ്. നിങ്ങൾ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക. ക്ലാസ് 2 ഗണിതം എന്ന് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മലയാളം മീഡിയത്തിൻ്റെ കിട്ടും. ക്ലാസ് 2 മാത്തമാറ്റിക്സ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെയും കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ഈ ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ചാപ്റ്റർ 6ാമത്തെ ചാപ്റ്റർ ആയ ഫോറസ്റ്റ് ഫെസ്റ്റ് ആണ്. യൂണിറ്റ് 6 ചാപ്റ്റർ 6 ആയ ഫോറസ്റ്റ് ഫെസ്റ്റ്. അപ്പൊ കാട്ടിൽ എന്തോ ഒരു ഫെസ്റ്റ് നടക്കുകയാണ്. നിങ്ങൾ നോക്കൂ, വെൽക്കം ബോർഡൊക്കെ വെച്ച് സിംഹവും അത് ലയൺ, മങ്കി, അതുപോലെ എലിഫന്റ്, ജിറാഫ് എല്ലാവരും ഉണ്ടല്ലേ. ഫോറസ്റ്റിൽ എന്തോ ഫെസ്റ്റ് നടക്കുകയാണ്. ഹലോ ഫ്രണ്ട്സ്, സർക്കസ്, വെൽ ഓഫ് ഡെത്ത്, അക്രോബാറ്റിക്സ്, ബാസാസ്, ഡാൻസ്, മ്യൂസിക്, മിനി കോൺടെസ്റ്റ്, കം വാച്ച്, എൻജോയ്. അപ്പോൾ എന്താണ് അനൗൺസ്മെന്റ് വരുന്നത്? ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും വരൂ, എൻജോയ് ചെയ്യൂ എന്ന് പറയുകയാണ് അല്ലേ. ഡാൻസ് ഓഫ് മൈലാശാൻ. ഓക്കെ, മൈലാശാന്റെ ഡാൻസ് ആണ്. അപ്പൊ മയിലിന്റെ ഡാൻസ് നോക്കാം. ടുഡേ ദർ ഇസ് എ ഡാൻസ് ബൈ മൈലാശാൻ. മൈലാശാൻ ഇന്നൊരു ഡാൻസ് ചെയ്യാൻ പോകുന്നുണ്ട്. സീ ഹിസ് പിക്ചർ. അപ്പൊ താഴെ തന്നിരിക്കുന്നതിൽ മയിലിന്റെ ചിത്രമാണ് കേട്ടോ. ലെറ്റ്സ് കളർ ഇറ്റ് ആൻഡ് മേക്ക് ഇറ്റ് ബ്യൂട്ടിഫുൾ. നമുക്ക് അതിനെ കളർ കൊടുത്ത് ബ്യൂട്ടിഫുൾ ആക്കിയാലോ. ഫൈൻഡ് ദ ആൻസർ ടു ദി പ്രോബ്ലം ഇൻ ഈച്ച് ബോക്സ് ബിലോ. ഗിവ് കളർ ഓഫ് ദ ബോക്സസ് ടു റെസ്പെക്റ്റീവ് ആൻസർ. വൈറ്റ് ബോക്സസ് മീൻ നോ കളർ. അപ്പോൾ വൈറ്റ് ആയിട്ടുള്ളതിന് നമ്മൾ കളർ കൊടുക്കണ്ട. നിങ്ങൾ നോക്കൂ, ഇവിടെ നിങ്ങൾക്ക് കളേഴ്സ് കാണാം അല്ലേ. ആദ്യത്തേത് ബ്ലൂ കളറിലാണ് ഉള്ളത്. 15 - 12 എത്രയാണ് ആൻസർ വരിക? 15 - 12 പറയുമ്പോൾ 3 ആണ് അല്ലേ. അപ്പം 3ൽ നമ്മൾ കളർ കൊടുക്കണം. അപ്പം ഇതുപോലെ വരും. നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ കളർ കൊടുക്കുക. അപ്പം ഇതിൽ 3ൽ കളർ കൊടുത്തിട്ടുണ്ട്. 12 - 10 2ൽ നമുക്ക് ഈ കളർ കൊടുക്കേണ്ടത്. അപ്പം എല്ലാം കളർ നിങ്ങൾ കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ വരും. അപ്പം ഇതിൻ്റെ ആൻസേഴ്സ് ഞാൻ മേലെ എഴുതാം. 19 - 10 9, 10 - 5 5, 20 - 10 10, 3 - 2 1, 15 - 3 എന്ത് വരും? 12, 8 - 4 4, 8 - 2 6, 12 - 1 11, 19 - 2 എന്തെന്ന് വരും? 7, 19 - 11 8. അപ്പോൾ ഇതിലെല്ലാം കൂടി നിങ്ങൾ കളറ് ഇതിൽ തന്നിരിക്കുന്ന പോലെ തന്നെ കൊടുത്താൽ നിങ്ങൾക്ക് പീകോക്കിനെ കിട്ടും, മയിലിനെ കിട്ടും. ഡാൻസ്. മെനി കെയിം ടു വാച്ച് ദി ഡാൻസ്. ഒരുപാട് പേര് ഡാൻസ് കാണാൻ വേണ്ടി വന്നു. അപ്പോൾ ഡാൻസിന്റെ ടിക്കറ്റ് നോക്കൂ. ടിക്കറ്റിന് എത്ര രൂപയാ? അഡൾട്ട് വലിയ ആൾക്കാർക്ക് 8 രൂപയും കുട്ടികൾക്ക് ചിൽഡ്രന് 6 രൂപയാണ് കേട്ടോ. ഓൾഡ് മങ്കി കെയിം വിത്ത് ദ യങ് മങ്കി. അപ്പോൾ ഒരു വയസ്സായ മങ്കി ഒരു യങ് മങ്കിയുമായിട്ട് വന്നുതാ. ദേ ഗേവ് എ 20 rupee നോട്ട് ഫോർ ദ ടിക്കറ്റ്സ്. അവർ ടിക്കറ്റിന് 20 രൂപ കൊടുത്തു. ഹൗ മച്ച് ഡിഡ് ദേ ഗെറ്റ് ബാക്ക്? അപ്പോൾ ഒരു വയസ്സനും ഒരു യങ്ങും അല്ലേ. അപ്പോൾ എത്രയാണ് അവർക്ക് തിരിച്ചു കിട്ടിയിട്ടുണ്ടാവുക? ഓൾഡ് മങ്കിക്ക് 8 രൂപ ടിക്കറ്റിന്, യങ് മങ്കിക്ക് 6 രൂപ ടിക്കറ്റിന്. അപ്പോൾ 8 + 6 എത്ര വരും? 14 വരും അല്ലെ. എത്ര രൂപ അപ്പോൾ അവർക്ക് തിരിച്ചു കിട്ടും? 20 - 14 ചെയ്യൂ. 20 - 14 ചെയ്താൽ 6 കിട്ടും. അപ്പോൾ 20 - 14 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ 6 കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇത് ഇവിടെ കണ്ടോ, നിങ്ങൾക്ക് കാണാമല്ലോ. 20 - 14 6 ചെയ്തത് ഇവിടെ കാണുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നത് ഫ്ലൈയിങ് കോൺടെസ്റ്റ് ആണ്. ഫ്ലൈയിങ് കോൺടെസ്റ്റ് ഓഫ് മേഘമല. ദർ ആർ 20 ഈഗിൾസ് ഇൻ ദ കോൺടെസ്റ്റ്. അപ്പോൾ പറക്കൽ മത്സരമാണ് അല്ലേ. അതിൽ 20 ഈഗിൾസ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നോക്കൂ, ഐ വോണ്ട് ടു വിൻ ദിസ് ടൈം. അപ്പൊ പാരറ്റ് പറയാണ് എനിക്ക് ഇത്തവണ വിജയിക്കണം. Chucky's wings are broken. She dropped out. So the other 19 eagles will take part. അപ്പോൾ 20 ഈഗിൾസിൽ ചക്കിപ്പരുന്തിൻ്റെ ചക്കി എന്ന് പറഞ്ഞ ഈഗിളുടെ ചിറക് ഒടിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അത് അതിൽ പങ്കെടുക്കാൻ പറ്റില്ല. ബാക്കി 19 എണ്ണം മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഡേ ഓഫ് ദ ഫ്ലൈറ്റ് കോൺടെസ്റ്റ്. ക്രോസ്
came with their families 29 crows. അപ്പോൾ ഈ പറക്കൽ മത്സരത്തിന്റെ ദിവസം വന്നപ്പോൾ കാക്കകൾ കുടുംബത്തോടെ വന്നു. നോക്കൂ, ആ ചിത്രത്തിലെ 29 കാക്കകൾ ഇരിക്കുന്ന മരച്ചില്ലയിൽ അല്ലേ. വിച്ച് ആർ മോർ ഈഗിൾസ് ഓർ ക്രോസ്? അപ്പോൾ ഇപ്പം ആരാ കൂടുതലുള്ളത്? ക്രോസ് ആണോ ഈഗിൾസ് ആണോ? ക്രോസ് ആണ് അല്ലേ. ഹൗ മെനി മോർ? ഇപ്പം 29 ക്രോസും 19 ഈഗിൾസും ആണ് അല്ലേ. അപ്പം എത്ര പേര് കൂടുതലുണ്ടെന്ന് അറിയാൻ 29 19 മൈനസ് ചെയ്യുക. അപ്പം 10 ആൻസർ വരും. ക്രോസ് ആർ സിറ്റിംഗ് ഇൻ 2 ബ്രാഞ്ചസ്. നമുക്ക് കാണുന്നുണ്ട് അല്ലേ, 2 ചില്ലകളിലായിട്ടാണ് കാക്കകൾ ഇരിക്കുന്നത്. മങ്കി കൗണ്ടഡ് ദം. അപ്പം നമ്മുടെ കുരങ്ങൻ മങ്കി അവരെ എണ്ണിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. മങ്കി കൗണ്ടഡ് ദം 18 ക്രോസ് ഇൻ 1 ബ്രാഞ്ച്. അപ്പോൾ ഒരു ചില്ലയിൽ 18 കാക്കകൾ. സോ ഹൗ മെനി ഇൻ ദി അതർ ബ്രാഞ്ച്? അപ്പോൾ അതർ ബ്രാഞ്ചിൽ എത്ര എണ്ണം? കൗണ്ട് ചെയ്ത് എഴുതൂ. 11 ആണ് കേട്ടോ, 11 ആണ്. ഹൗ മെനി ക്രോസ് ആർ ദർ ഇൻ ദ ഫസ്റ്റ് ബ്രാഞ്ച് ദാൻ ദി സെക്കൻഡ്? അപ്പോൾ സെക്കൻഡ് ബ്രാഞ്ചിനെക്കാളും ഫസ്റ്റ് ബ്രാഞ്ചിൽ എത്ര കാക്കകളുണ്ട്? 7 ആണ് കേട്ടോ. നെക്സ്റ്റ്, ടു ഫൈൻഡ് ഹൗ മെനി മോർ വി വിൽ ഹാവ് ടു ടേക്ക് എവേ 11 ഫ്രം 18. 18ൽ നിന്ന് 11 മൈനസ് ചെയ്താൽ മതി. അപ്പം നമുക്ക് 7 കിട്ടും കേട്ടോ ആൻസർ. നെക്സ്റ്റ്, പാരറ്റ്സ് ഓൾസോ കെയിം ടു ടേക്ക് പാർട്ട് ഇൻ ദ കോൺടെസ്റ്റ്. അപ്പോൾ തത്തമ്മകളും എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു മത്സരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തുന്നുണ്ട്. 7 സാറ്റ് ഓൺ ദ ലോവർ ബ്രാഞ്ച്. അപ്പൊ 7 തത്തമ്മകൾ ഏറ്റവും താഴത്തെ ബ്രാഞ്ചിൽ ഇരിക്കുന്നുണ്ട്. അത് സാറ്റ് ഓൺ ദ അപ്പർ ബ്രാഞ്ച്. ബാക്കിയുള്ളതെല്ലാം അപ്പർ ബ്രാഞ്ചിൽ ഇരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് അവിടെ തന്നിരിക്കുന്നത് ആകെ 7 എണ്ണത്തിന്റെയാണ് ചിത്രം തന്നിരിക്കുന്നത് കേട്ടോ. എണ്ണി നോക്കൂ, 7 തത്തമ്മ അല്ലേ. ഓക്കെ, സോ ഹൗ മെനി പാരറ്റ്സ് ഓൺ അപ്പർ ബ്രാഞ്ച്? അപ്പൊ നോക്കൂ, എത്ര പാരറ്റ്സ് അപ്പർ ബ്രാഞ്ചിൽ ഉണ്ട്? ഹൗ മെനി പാരറ്റ്സ് ഇൻ ഓൾ? ടോട്ടൽ എത്ര ഉണ്ടെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ പാരറ്റ്സ് അപ്പർ ബ്രാഞ്ചിൽ 9, ടോട്ടൽ എത്രയാ വരിക? 16 വരും കേട്ടോ. 9 + 7 ആണ് 16 വരിക. നെക്സ്റ്റ്, ഹൗ മെനി മോർ ക്രോസ് ആർ ദാൻ പാരറ്റ്സ്? അപ്പോൾ എത്ര കാക്കകൾ കൂടുതലുണ്ട് പാരറ്റ്സിനെക്കാളും? 29 - 16 ചെയ്യുക. ക്രോസ് 29 ആണ്, പാരറ്റ്സ് 16. അപ്പം അതിൽ നിന്ന് മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും കേട്ടോ. 29 - 16 ചെയ്യുക. സ്പാരോസ് ആണ്. സ്പാരോസ് ഓൾസോ കെയിം ടു ടേക്ക് പാർട്ട് ഇൻ ദ കോൺടെസ്റ്റ്. അപ്പോൾ സ്പാരോസും എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു മത്സരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി വരുന്നുണ്ട്. 35 സ്പാരോസ് ഇൻ ഓൾ. മൊത്തം എത്ര സ്പാരോസ് ആണ്? 35 സ്പാരോസ് ആണ് കേട്ടോ. അവർ 3 ബ്രാഞ്ചസിലായിട്ടാണ് ഇരിക്കുന്നത്. ബാക്കിൽ നിന്ന് നിങ്ങൾക്ക് ഒരു സൗണ്ട് ഡിസ്റ്റർബൻസ് വരുന്നുണ്ടാവും. അതിവിടെ ഒരു ചെറിയ വാവുണ്ട്, വാവ കരയുന്നതാണ് കേട്ടോ. സോറി ഫോർ ദ ഡിസ്റ്റർബൻസ്. സ്പാരോസ് ഓൾസോ കെയിം ടു ടേക്ക് പാർട്ട് ഇൻ ദ കോൺടെസ്റ്റ്. ഇപ്പൊ 35 സ്പാരോസ് വന്നു, 3 ചില്ലകളിലായിട്ട് അവരിരുന്നു. 15 സ്പാരോസ് ഓൺ ദ ഫസ്റ്റ് ബ്രാഞ്ച്. ആദ്യം 15 സ്പാരോസ് ആദ്യത്തെ ബ്രാഞ്ചിൽ ഇരിക്കുന്നുണ്ട്. 6 sparrows less on the second branch. അതിനേക്കാൾ 6 കുറവാണ് സെക്കൻഡ് ബ്രാഞ്ചിൽ. ഹൗ മെനി സ്പാരോസ് ആർ ഓൺ ദ തേർഡ് ബ്രാഞ്ച്? അപ്പൊ നമുക്കിത് കണ്ടുപിടിക്കണം. എന്താ ആൻസർ വരാ? 13 ക്രോസ്. ആ ബോക്സ് ഒക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ. സെക്കൻഡ് ബ്രാഞ്ചിൽ 9 ക്രോസ് 9 വരും, 9 സ്പാരോസ് വരും. ഓൺ ദീസ് 2 ബ്രാഞ്ചസ് ടുഗെദർ. ഇനി 2 ബ്രാഞ്ചിലും മൊത്തത്തിൽ എത്ര വരുന്നു കാണണം. 15ഉം 9ഉം കൂടി ആഡ് ചെയ്യുക. അപ്പൊ 24 വരും. ഓൺ ഓൾ ദ ബ്രാഞ്ചസ് ടുഗെദർ 35 ആണ്. ഹൗ മെനി ഓൺ ദ തേർഡ് ബ്രാഞ്ച്? തേർഡ് ബ്രാഞ്ചിൽ എത്ര ഉണ്ടെന്ന് കണ്ടുപിടിക്കണം നമുക്ക്. 35 24 മൈനസ് ചെയ്യുക.
11 വരും. ആ 11 എങ്ങനെയാണ് കിട്ടിയത് എന്നുള്ളതാണ് കേട്ടോ താഴെ തന്നിരിക്കുന്നത്. നമുക്ക് ആദ്യം ടെൻസിന്റെ 13, 20 മൈനസ് ചെയ്ത 10 വരും. പിന്നെ വൺസ് ആയിട്ടുള്ള 5ഉം 4ഉം മൈനസ് ചെയ്ത 1 വരും. 10 + 1 11. ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത മെത്തേഡ് ആണ് ആ ബോക്സിൽ എഴുതുന്നത് കേട്ടോ. നെക്സ്റ്റ് നോക്കൂ, സ്പാരോ പറയാണ് വി ആർ 35. ക്രോ പറയാണ് വി ആർ 29. അടുത്തത് ഹൗ മെനി സ്പാരോസ് ആർ മോർ ദാൻ ക്രോസ്? കാക്കകളെക്കാൾ എത്ര സ്പാരോസ് കൂടുതലുണ്ട്? അതറിയാൻ 35 29 മൈനസ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ആൻസർ വരും കേട്ടോ. എന്താ ആൻസർ വരിക? 6 ആണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് അനദർ വേ അവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് മെത്തേഡിൽ വേണമെങ്കിലും മൈനസ് ചെയ്യാം. 35 19 മൈനസ് ചെയ്താൽ എന്താ ആൻസർ വരിക? 6 ആൻസർ വരും. നമ്മൾ 35 10 മൈനസ് ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാം. 25 5 മൈനസ് ചെയ്ത് ചെയ്യാം. എന്നിട്ട് ലാസ്റ്റ് ആൻസർ കണ്ടുപിടിക്കാവുന്നതാണ്. അടുത്തത് ഫൈനൽ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. 42 ബേർഡ്സ് കെയിം ടു വാച്ച് ദി ഫൈനൽ. 42 ബേർഡ്സ് ഈ ഫൈനൽ മാച്ച് കാണാൻ വേണ്ടി വന്നു. ദേ സാറ്റ് ഇൻ 4 ബ്രാഞ്ചസ്. 4 ചില്ലകളിലായിട്ട് അവർ ഇരിക്കുകയാണ്. 10 ബേർഡ്സ് ഓൺ ദ ഫസ്റ്റ് ബ്രാഞ്ച്. ആദ്യ ചില്ലയിൽ 10 പക്ഷികൾ. രണ്ടാമത്തെ ചില്ലയിൽ 9 ബേർഡ്സ്. മൂന്നാമത്തെ ചില്ലയിൽ 10 ബേർഡ്സ്. ദ റിമൈനിങ് ബേർഡ്സ് ഓൺ ദ 4th ബ്രാഞ്ച്. ബാക്കിയുള്ളവർ 4th ബ്രാഞ്ചിലും ഇരുന്നു. അപ്പൊ ആദ്യത്തെ 10, അടുത്ത 19, അടുത്ത ഒരു 10ഉം കൂടി 29 ആയി അല്ലെ. ബാക്കിയുള്ള ബേർഡ്സ് എല്ലാം കൂടിയിട്ട് അടുത്ത ബ്രാഞ്ചിൽ 4th ബ്രാഞ്ചിൽ ഇരുന്നു. അപ്പൊ 4th ബ്രാഞ്ചിൽ എത്ര എണ്ണം ഇരുന്നു? 42 29 മൈനസ് ചെയ്യൂ. ബാക്കി വരുന്ന 13 എണ്ണമാണ് ബാക്കി ബ്രാഞ്ചിൽ ഇരുന്നിരിക്കുന്നത്. നമുക്കത് വേറെ ഏത് മെത്തേഡിൽ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അടുത്ത ഡാർട്സ് ആണ്. ആൾ ആർ പ്ലേയിങ് ഡാർട്സ്. ഡീർ, മങ്കി, പീകോക്ക്. അപ്പൊ ഇവർ ഈ ഡാർട്സ് കളിക്കുകയാണ് എല്ലാവരും കൂടിയിട്ട്. I got 60 and 28. ഫോക്സ് പറയുന്നു does the fox get the prize? അപ്പൊ നോക്കൂ, ബോക്സിൽ തന്നിരിക്കുന്നത് ഈച്ച് പ്ലെയർ ക്യാൻ ത്രോ 2 darts. ഓരോ പ്ലെയറിനും 2 darts വീതം എറിയാം. If the difference of the numbers hit is a number on the board, then there is a prize of 50 rupees. അങ്ങനെ കറക്റ്റ് ആയിട്ട് അതിൽ പോയി ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 50 രൂപയാണ് പ്രൈസ്. അപ്പൊ ഫോക്സ് പറയുന്നുണ്ട് I got 60 and 28. Who among these got prizes? അപ്പൊ ആർക്കൊക്കെ പ്രൈസ് കിട്ടും എന്നുള്ളതാണ്. ബിയർ ഉണ്ട്, മങ്കി, പീകോക്ക്, ഡീർ ഒക്കെ ഉണ്ട് അല്ലെ. 60 മൈനസ് 28 ചെയ്ത് നോക്കുക. അത് നമുക്ക് 60 മൈനസ് 28 ചെയ്യാൻ ആദ്യം ഇതിന്റെ ടെൻസുകൾ തമ്മിൽ 16 20 മൈനസ് ചെയ്യുക. അപ്പൊ 40 വരും. പിന്നെ ഉള്ളത് 40 8 മൈനസ് ചെയ്യുക 32 വരും കേട്ടോ. Yes, the fox got the prize. ഫോക്സിന് പ്രൈസ് കിട്ടുമെന്നാണ് ചോദിക്കുന്നത്. Yes, the fox got the prize ആണ്. ബിയർ 40 വരും. മങ്കി 28 മൈനസ് 16 10 2 വരും. 12 ആൻസർ വരും. മങ്കി 12. പീകോക്കിന്റെ ആൻസർ ആണ് എഴുതുന്നത്. 50 മൈനസ് 36. 50 മൈനസ് 30 ചെയ്യുക 20. 20 മൈനസ് 6 ചെയ്യുക 14 വരും. പീകോക്ക് 14. ഡിയറിന്റെ കേസ് പറയാം. ഡിയർ 36 മൈനസ് 28 ചെയ്യുക. അതിന് നമ്മൾ 36 6 പോയി 30. 30 20 പോയി 10. 10 മൈനസ് 2 8 കേട്ടോ. അപ്പൊ ഡിയർ 8. അപ്പൊ ഇത് പ്രൈസ് വിന്നേഴ്സിനൊക്കെ നമ്മൾ എഴുതിയിട്ടുണ്ട്. ഫ്രൂട്ട് സ്റ്റോൾ ആണ് അടുത്തത്. മങ്കി ബോട്ട് ബനാന ഫോർ 40 rupees ആൻഡ് മാംഗോസ് ഫോർ 45 rupees. അപ്പൊ മങ്കി പഴം വാങ്ങിച്ചു, ബനാന വാങ്ങിച്ചു 40 രൂപയ്ക്ക് ആൻഡ് മാംഗോസ് വാങ്ങിച്ചത് 45 രൂപയ്ക്ക് കേട്ടോ. ആൻഡ് ഹി ഗേവ് 2 50 rupee നോട്ട്സ്. അപ്പോൾ എന്താ ചെയ്തത്? മങ്കി കൊടുത്തത് 2 50 രൂപ നോട്ട് കൊടുത്തിട്ടുണ്ട്. ഹൗ മച്ച് ഡസ് ഹി ഗെറ്റ് ബാക്ക്? അപ്പൊ എത്രയാണ് തിരിച്ചു കിട്ടുക എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നോക്കൂ, 15 രൂപ അല്ലെ.
അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഹൗ ഡിഡ് യു കാൽക്കുലേറ്റ് നോക്കൂ. ഈസ് ദർ എനി അതർ മെത്തേഡ്? ആദ്യം തന്നെ ടോട്ടൽ റുപ്പീസ് ഫോർ ബനാന ആൻഡ് ഫോർ മാംഗോസ് നിങ്ങൾ കണ്ടുപിടിക്കുക. 40 രൂപ ബനാനയ്ക്കും 45 രൂപ മാംഗോയ്ക്കും എഴുതുക. അപ്പൊ എന്തായി? 40 + 45 എന്താ വരിക? 85 റുപ്പീസ് വരും. ടോട്ടൽ റുപ്പീസ് എത്ര കൊടുത്തത്? 50 + 50 100 രൂപ കൊടുത്തിട്ടുണ്ട് അല്ലെ. ഇനി നമുക്ക് 100 രൂപയിൽ നിന്ന് ഈ 85 രൂപ കുറയ്ക്കാം. നമ്മൾ 85 രൂപയ്ക്ക് സാധനം വാങ്ങിച്ചു, ഒരു 100 രൂപയുടെ നോട്ട് കൊണ്ട് നിങ്ങൾ കൊടുത്തു. അപ്പൊ എന്താ ആൻസർ വരിക? 100 - 85 15 വരും. എലിഫന്റ് ബോട്ട് ഷുഗർ കെയിൻ ആൻഡ് കോക്കനട്ട് ലീവ്സ് ഫോർ 90 റുപ്പീസ്. അടുത്തത് ആന വന്നു. ആന വന്നിട്ട് കരിമ്പ് വാങ്ങിച്ചു, പിന്നെ കോക്കനട്ട് അതായത് തെങ്ങോലകളും വാങ്ങിച്ചു. എത്ര രൂപയ്ക്ക്? 90 രൂപയ്ക്ക്. ദ പ്രൈസ് ഓഫ് ഷുഗർ കെയിൻ ഈസ് 62 റുപ്പീസ്. അപ്പൊ ഷുഗർ കെയിന്റെ പ്രൈസ് എത്രയാണ്? 62 രൂപയാണ് ഷുഗർ കെയിന്റെ വില. വാട്ട് ഇസ് ദ കോസ്റ്റ് ഓഫ് കോക്കനട്ട് ലീവ്സ്? അപ്പോ കോക്കനട്ട് ലീവ്സിന്റെ പ്രൈസ് എത്രയായിരിക്കും? ആദ്യം നമുക്ക് 90 - 62 മൈനസ് ചെയ്യാം. അപ്പൊ എന്താ വരിക? 28 അല്ലെ. 28 ആയിരിക്കും കോക്കനട്ട് ലീവ്സിന്റെ പ്രൈസ്. ഹൗ ഡിഡ് യു കാൽക്കുലേറ്റ്? എക്സ്പ്ലെയിൻ ഇറ്റ് ടു ദ ക്ലാസ് ദെൻ റൈറ്റ് ഇറ്റ് ഡൗൺ. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത് എങ്ങനെയാണെന്ന് നമ്മൾ എഴുതിയാൽ മതി കേട്ടോ, അല്ലാതെ വ്യത്യാസമൊന്നുമില്ല. അടുത്ത സർക്കസ് ആണ്. സർക്കസ് സ്റ്റാർട്ട്സ് അറ്റ് 4 PM. സർക്കസ് 4 മണിക്കാണ് തുടങ്ങുന്നത്. 7 monkeys came to watch the circus. 7 monkeys വന്നു സർക്കസ് കാണാൻ. 20 rupees for a chair and 10 rupees for a seat in the gallery. ചെയറിൽ ഇരിക്കാൻ 20 രൂപയും ഗാലറിയിൽ ഇരിക്കാൻ 10 രൂപയുമാണ്. How much more for chairs than gallery seats for all? ആൻസർ എന്താ വരിക? 70. നമ്മൾ എങ്ങനെ കണ്ടുപിടിച്ചത്? 20 - 10 10 വരും. 7 monkeys അല്ലേ, അപ്പൊ 7 × 10 അതായത് 7 10 + 10 + 7 ടൈംസ് എഴുതിയാൽ നമുക്ക് 70 കിട്ടും കേട്ടോ. How many rabbits? There were rabbits also at the forest fest. അപ്പോൾ റാബിറ്റ് ഉണ്ടായിരുന്നു ഫോറസ്റ്റ് ഫെസ്റ്റിന്. 85 റാബിറ്റ് ഉണ്ട്, അതിൽ 23 യങ് ആണ്. ഹൗ മെനി ഗ്രോൺ അപ്പ് റാബിറ്റ്സ്? അപ്പൊ വളർന്നു വലുതായ റാബിറ്റ്സ് മുയലുകൾ എത്രയാണ്? 85 ന്ന് 23 കുറയ്ക്കുക, അപ്പൊ 62 വരും. There are 38 female rabbits. അപ്പൊ മൊത്തത്തില് 38 പെൺമുയലുകൾ ഉണ്ടായിരുന്നു, ഫീമെയിൽ റാബിറ്റ്സ് ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ എത്ര മെയിൽ റാബിറ്റ്സ് ഉണ്ട്? 62 - 38 ചെയ്യുക, 24 ആൻസർ വരും. അടുത്തത് ജാമുൻ ആണ്. ജാമുൻ. There were 3 animals in the final round of the jamun gathering contest. Jamun gathering contestല് 3 animals ആണ് ഉള്ളത്. See how many jamuns each animal collected. അപ്പോൾ ഓരോ ആനിമലും എത്ര ജാമുൻ കളക്ട് ചെയ്തു? Find the number of jamuns collected the third time. അപ്പൊ തേർഡ് ടൈം കളക്ട് ചെയ്തത് നമ്മൾ കണ്ടുപിടിക്കണം. ടോട്ടൽ അവിടെ തന്നിട്ടുണ്ട്. ജിംബു മങ്കി 89 തന്നിട്ടുണ്ട്. ഫസ്റ്റ് ടൈമും സെക്കൻഡ് ടൈമും തന്നിട്ടുണ്ട്. തേർഡ് ടൈമിൽ നമ്മൾ കണ്ടുപിടിക്കണം. എങ്ങനെ കാണും? നമ്മൾ കാണേണ്ടത് ഫസ്റ്റ് ടൈമിൽ തന്നിട്ടുണ്ടല്ലോ 89. ഈ 22ഉം 27 ആദ്യം കൂട്ടുക, ആഡ് ചെയ്യുക, എന്നിട്ട് 89 നിന്ന് മൈനസ് ചെയ്യുക. ആദ്യം 22ഉം 27ഉം ആഡ് ചെയ്യുമ്പോൾ 49 വരും. എന്നിട്ട് ഈ 89ൽ നിന്ന് ഈ 49 മൈനസ് ചെയ്ത് നോക്കൂ, ആൻസർ എന്ത് വരും? 40. അടുത്തത് മിട്ടു റാബിറ്റിന്റെ ടോട്ടൽ 72 ആണ്. ഫസ്റ്റ് ടൈം 24ഉം സെക്കൻഡ് ടൈം 29ഉം. അപ്പൊ അത് രണ്ടും ആദ്യം കൂട്ടുക കേട്ടോ. ഫസ്റ്റും സെക്കൻഡും കൂട്ടിയ എന്ത് വരും? 53. 72 ന്ന് 53 മൈനസ് ചെയ്യൂ, അപ്പൊ എന്ത് വരും? 19. അടുത്തത് ചെമ്പൻ സ്ക്യൂറൽ. ചെമ്പൻ സ്ക്യൂറലിന്റെ ടോട്ടൽ 90 ആണ്. ഫസ്റ്റ് ടൈം 23ഉം സെക്കൻഡ് ടൈം 28ഉം ഉണ്ട്, അപ്പൊ 51 വരും. 90 ന്ന് 51 കുറയ്ക്കൂ, എന്ത് വരും? 39 ആൻസർ വരും. അപ്പൊ ഇത് എങ്ങനെ ചെയ്യണു എന്നുള്ളത് സൈഡിൽ തരുന്നുണ്ട്. നിങ്ങൾ കറക്റ്റ് ആയിട്ട് അത് നോക്കുക കേട്ടോ. ക്ലാസ് കുറച്ച് സ്പീഡിൽ പറഞ്ഞു പോണ പോലെ നിങ്ങൾക്ക് തോന്നും. നിങ്ങൾ പൗസ് ചെയ്ത് വെച്ചിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കുറച്ച് സ്പീഡ് കൂടിയിട്ടുണ്ടാവും, ക്ഷമിക്കുക. അതുപോലെ തന്നെ ഇടയിൽ കുഞ്ഞുവാവ കരഞ്ഞത് കൊണ്ടാണ് കേട്ടോ ഡിസ്റ്റർബൻസ് ഉണ്ടായത്. അപ്പോൾ അതും നിങ്ങളൊന്ന് ക്ഷമിച്ചേക്കുക. അപ്പം നമുക്ക് എല്ലാ യൂണിറ്റ്സിൻ്റെയും ക്ലാസ്സുകൾ നമ്മൾ ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് ക്ലാസ്സിൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് വാച്ച് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.